തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് റെയ്ഡിനായി എത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി സൂചന. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഈ കേസിൽ മുതിർന്ന നേതാക്കളടക്കം അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി വി ജോയ്, മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ A റഹീം, ബിനീഷ് കോടിയേരി തുടങ്ങിയ നേതാക്കളും വി ശിവൻകുട്ടി മുൻ മന്ത്രി ഒക്കെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ തന്നെ വിചാരിച്ചത് അണികളെ ഒക്കെ തന്നെ കുരുതി കൊടുത്ത് തങ്ങൾക്ക് രക്ഷപ്പെടാം, തങ്ങൾക്ക് ശീതീകരിച്ച മുറികളിലേക്ക് മടങ്ങിപ്പോകാം എന്നാണ്. പക്ഷേ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന് ആഹ്വാനം ചെയ്ത നേതാക്കളെ അടക്കം പൂട്ടാൻ ED ഒരുങ്ങുന്നതായ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കേസിൽ ED കക്ഷി ചേരുകയും കൃത്യമായി ഈ നേതാക്കൾ ആഹ്വാനം ചെയ്തത് പ്രകാരമാണ് അണികൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം കോടതിയിലടക്കം ബോധ്യപ്പെടുത്താൻ EDക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം കൃത്യമായ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ട്, കൃത്യമായ വിഷ്വൽസ് ഉണ്ട്. ഇത് കാണിച്ചുകൊണ്ട് നേതാക്കളെ അടക്കം സമാനമായ വകുപ്പുകൾ ചുമത്തി കേസിൽപ്പെടുത്താനും അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും EDക്ക് കഴിയും. അത് മനസ്സിലാക്കാതെയാണ് അന്ന് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിന് CPMന്റെ മുതിർന്ന നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കം ആഹ്വാനം ചെയ്തത് എന്നത് അത്യന്തം ഖേദകരമാണ്. ഇനിയിപ്പോൾ കളി ഇവിടെങ്ങും നിൽക്കില്ല. ഡൽഹിയിലായിരിക്കും ബാക്കി കളികൾ നടത്തുക. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ED ഉദ്യോഗസ്ഥരും EDയെ പിന്തുണയ്ക്കുന്ന പ്രോസിക്യൂട്ടർമാരും ഒക്കെ ചേർന്ന് നടത്തിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു.